ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞുപുഴു ടോക്സ്. ഞാനിന്ന് നിങ്ങളോട് ഒരു മിണ്ടാപ്പൂച്ച കുട്ടിയുടെ കഥ പറയാം. പണ്ട് ഒരു സ്കൂളിൽ ഒരു മിണ്ടാപ്പൂച്ച കുട്ടി ഉണ്ടായിരുന്നു. കഥ എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് പണ്ടൊന്നും തുടങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ, ഇപ്പം നടന്നതല്ലേ. ഗൈസ്, തൽക്കാലം നമുക്ക് ആ പണ്ടങ്ങ് വെട്ടിക്കളയാം. ഒരു സ്കൂളിൽ ഒരു മിണ്ടാപ്പൂച്ച കുട്ടി ഉണ്ടായിരുന്നു. രാവിലെ 7:30 ആകുമ്പോൾ ആ കുട്ടി എന്നും വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിൽ കയറിയിട്ട് സ്കൂളിലോട്ട് പോകും. സ്കൂളിലെത്തിയ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, ക്ലാസ്സിൽ കയറി സീറ്റിൽ പോയിരിക്കുന്നു. ആരോടും അധികം മിണ്ടില്ല, പ്ലേ ടൈമിൽ കളിക്കാൻ പോവില്ല. അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു ആ കുട്ടി. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാൾ. ഒരു ദിവസം ഈ കുട്ടിയുടെ അമ്മ സ്കൂളിൽ പോയപ്പോൾ ഈ കുട്ടിയുടെ മിസ്സ് ഇതൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. കുട്ടീനെ കുറിച്ചിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ മിസ്സിന്. പറയണതൊക്കെ പഠിക്കും, കൃത്യമായിട്ട് എഴുതും, എല്ലാം ചെയ്യും, ഒരു ഉപദ്രവവും ഇല്ല. നേരെ വന്ന് ക്ലാസ്സിൻ്റെ ഒരു മൂലയ്ക്കിലാണ് ആളുടെ സീറ്റുള്ളത്, അവിടെ പോയിരിക്കും. വേറെ ഒന്നിലും ഇടപെടാൻ വരില്ല. ചിലപ്പോൾ മിസ്സ് ചോദിക്കണേന് തന്നെ മടിച്ചായിരിക്കും എന്തെങ്കിലും മറുപടി പറയണത് പോലും. എന്നാലും മിസ്സ് ഒരാളോടെങ്കിലും ആ കുട്ടി കൂട്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇടയ്ക്ക് എന്നും ഇരിക്കുന്ന ഈ സീറ്റിൽ നിന്ന് ആളെ പതുക്കെ കൊണ്ടുപോയിട്ട് വേറെ ഒരുപാട് വർത്തമാനം പറയുന്ന കുട്ടികളുടെ ഇടയിൽ കൊണ്ടുപോയിരുത്തും. പക്ഷെ അവിടെ പോയിരുന്നിട്ടും വലിയ ഉപകാരമൊന്നുമില്ല കേട്ടോ. അപ്പുറയും ഇപ്പുറയും ഇരുന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ചാലും ഈ കുട്ടി ഒന്നും മിണ്ടില്ല. ഇതൊക്കെ കേട്ടപ്പോൾ മാനത്തോടെ പറയണ കാക്കേനെ വരെ എറിഞ്ഞിട്ട് വർത്തമാനം പറയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുറച്ച് വിഷമമായി. എന്നാലും അടി കുത്തുദിവസമൊന്നും തീർക്കാൻ നടക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ആളൊന്ന് സമാധാനപ്പെട്ടു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരിക്കൽ ഈ അമ്മ സ്കൂളിലേക്ക് പോയി. അന്ന് ചെന്നപ്പോൾ പക്ഷേ മിസ്സിൻ്റെ അഭിപ്രായം കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് മിണ്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് മര്യാദയ്ക്ക് ഒതുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയേണ്ടി വരാറുണ്ടെന്ന് മിസ്സ് പറഞ്ഞു. സാധാരണ ടീച്ചേഴ്സ് മക്കളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ അമ്മമാരെന്താ ചെയ്യുക, മക്കളെ നോക്കിയിട്ട് കണ്ണുരുട്ടും. പക്ഷെ സത്യം പറയാലോ, ഇത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് സന്തോഷമാവുകയാണ് ചെയ്തത്. പക്ഷെ അതിലും സന്തോഷമായത് അതും കഴിഞ്ഞ് മിസ്സ് പിന്നെ പറഞ്ഞ കാര്യം കേട്ടിട്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എന്തെങ്കിലും കുറുമ്പ് കാട്ടിയിട്ട് മിസ്സ് ചിലപ്പോൾ ചീത്ത പറയും, സീറ്റിൽ പോയിരിക്കുന്നു പറഞ്ഞിട്ട് കണ്ണുരുട്ടും. അപ്പോൾ ആൾ വേഗം പോയിട്ട് സീറ്റിൽ പോയിട്ട് സങ്കടത്തിൽ മുഖം വീർപ്പിച്ചങ്ങനെ ഇരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പതുക്കെ ആൾ ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് മിസ്സിൻ്റെ മേശയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് മിസ്സിനോട് പറയത്രേ, മിസ്സിനെനിക്ക് എന്തിഷ്ടമാണെന്നറിയോ, ഐ ലവ് യു മിസ്സേന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് മനോഹരമായിരിക്കും ആ കാഴ്ച. അവർക്കിടയിലെ പരിഭവത്തിൻ്റെ മഞ്ഞുരുകി സ്നേഹം അങ്ങനെ പടരുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ പറയാൻ മാത്രം ധൈര്യം ആ കുട്ടിക്ക് തോന്നണമെങ്കിൽ ആ ടീച്ചറോട് കുട്ടികൾക്കുള്ള സ്നേഹം എത്രമാത്രമായിരിക്കും. ആലോചിക്കുന്നവരും എൻ്റെ ഉള്ളിലും സ്നേഹവും സന്തോഷവും ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. സ്നേഹത്താൽ കണ്ണുരുട്ടുന്ന, സ്നേഹത്താൽ ശാസിക്കുന്ന, ഒടുവിൽ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന ആ ടീച്ചറെക്കുറിച്ച് പറയാൻ ഏത് വാക്ക് മതിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം, ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഉറപ്പായും ആ ടീച്ചർക്ക് കഴിയും. പറഞ്ഞ് തഴമ്പിച്ചതാണെങ്കിലും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ആ സിനിമ ഡയലോഗ് മാത്രമാണ്. ഇവരെന്നൊക്കെ അക്ഷരം തെറ്റാതെ സാറേന്ന് വിളിക്കാമല്ലേ.